വെൽക്കം ബാക്ക് ടു മലയാളി ക്ലാസ് റൂം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അരിതമെറ്റിക് സീക്വൻസസ് എന്നുള്ള ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിത രൂപങ്ങൾ എന്ന സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, പൊസിഷനും എഴുതിയിട്ടുണ്ട്. അതായത് ഈ സീക്വൻസിൽ 4, 8, 12, 16 എന്ന സീക്വൻസിലെ നമ്പേഴ്സ് വരുന്ന പൊസിഷൻ നമ്പറുകളാണ് മേലെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൾജിബ്രായിക് ഫോം എന്ന് പറയണമെങ്കിൽ എന്താണ്? നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു വേരിയബിൾ വെച്ച് വേരിയബിളിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അതിനെ ഒരു ജനറൽ ഫോമിലേക്ക് എഴുതാൻ പറ്റണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ആ ഒരു ജനറൽ ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ സീക്വൻസിലെ ഏത് നമ്പർ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ സീക്വൻസ് എടുക്കാം. 4, 8, 12, 16. നമുക്ക് എല്ലാവർക്കും അറിയാം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ എങ്ങനെയാണ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാമെന്ന് നോക്കാം. അപ്പോൾ 4 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു സീക്വൻസിൽ ഫസ്റ്റ് ടൈം എങ്ങനെ കിട്ടും? 4 × 1 = 4. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 × 2 8. തേർഡ് ടേം എന്ന് പറയുന്നത് 4 × 3 = 12. അതായത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? കോമൺ ഡിഫറൻസിനെ 4നെ ഓരോ പൊസിഷൻ നമ്പറുകൾ കൊണ്ട്, അതായത് ഈ 1, 2, 3 എന്നുള്ള നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് നമ്പേഴ്സ്. അതായത് ഈ പൊസിഷനിലുള്ള നമ്പർ കിട്ടണമെങ്കിൽ ആ പൊസിഷൻ നമ്പർ കൊണ്ട് കോമൺ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ടേം കിട്ടാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. തേർഡ് ടേം കിട്ടാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ nth ടേം കിട്ടാൻ എന്ത് ചെയ്യും? nth ടേം കിട്ടണമെങ്കിൽ 4 × n = 4n. അതായിരിക്കും നമ്മുടെ nth ടേം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജനറൽ ഫോം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം എന്താണ് നമുക്ക് കിട്ടുന്നത്? 4n ആയിരിക്കും നമ്മുടെ ആൾജിബ്രായിക് ഫോം. അതായത് ഈ n-ന് 1 തുടങ്ങി 100 വരെ ഏത് നമ്പേഴ്സ് ഇട്ട് കൊടുത്താലും ആ പൊസിഷനിലുള്ള നമ്പർ, ഈ സീക്വൻസിന്റെ ആ പൊസിഷനിലുള്ള നമ്പർ നമുക്ക് കിട്ടും. അതാണ് ഈ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഐഡിയ കാണുന്നു വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ് എഴുതാം. നമുക്ക് ഇവിടെ എന്താണ്? 2, 4, 6, 8. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് ടേം 2 ആണ് അല്ലേ? അപ്പൊ 2 × 1 = 2. 2 × 2 = 4. അതായത് നമ്മൾ 2നെ ഓരോ പൊസിഷനിൽ നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1, 2, 3, 4 ഉണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ടേം കിട്ടാനായിട്ട് 2 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 × 2 4 കിട്ടി. തേർഡ് ടേം കിട്ടാനായിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 = 6 കിട്ടി. അപ്പൊ ഇങ്ങനെ പോകും. അപ്പൊ അതിൽ nth ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 × n = nth ടേം കിട്ടും അല്ലേ? അപ്പൊ ഇതിന്റെ ആൾജിബ്രായിക് ഫോം എന്താണ്? 2n. ഇതിന്റെ ആൾജിബ്രായിക് ഫോം ആണ് 2n. നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കണേ നോക്കാം. 1, 3, 5, 7. ഇതാണ് ഓഡ് നമ്പേഴ്സ് അല്ലേ? ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എങ്ങനെ കിട്ടും? അപ്പൊ അതിന് നമുക്ക് ഈ ഈവൺ നമ്പേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഓഡ് നമ്പേഴ്സിന്റെ പ്രത്യേകത? ഈവൺ നമ്പേഴ്സിൽ നിന്നും 1 കുറച്ചാൽ കിട്ടുന്നത് ഓഡ് നമ്പേഴ്സ്. അങ്ങനെയല്ലേ വരുന്നത്? അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ 2ൽ നിന്ന് 1 കുറച്ചാൽ ഓഡ് നമ്പറിന്റെ ഫസ്റ്റ് ടേം. ഇവിടെ ആണെങ്കിലും ഇതിൽ നിന്ന് ഓരോ നമ്പേഴ്സ് കുറച്ചാൽ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ആൾജിബ്രായിക് ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 2n ആണ് ഈവൺ നമ്പേഴ്സിന്റെ ആൾജിബ്രായിക് ഫോം. അതിൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാൻ മതി? 2n - 1. നമുക്ക് ചെക്ക് ചെയ്യാം. അത് 2 × 1 2 - 1 = 1. ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2 × 2 4 ആണ്. 4 - 1 = 3. അതായത് ഇവിടെ നമ്മൾ ഈവൺ നമ്പേഴ്സ് ഇവിടെ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് ആയിട്ട് ചെയ്തത്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് കിട്ടും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ഓൾജിബ്രായിക് സീക്വൻസിന്റെ ഇക്വേഷനിലും അതുപോലെ ഒന്ന് കുറച്ച് എഴുതിയാൽ മതി, നമുക്ക് അതിന്റെ ഓൾജിബ്രായിക് ഫോം കിട്ടും. അത് ഓഡ് നമ്പേഴ്സിന്റെയും ഈവൻ നമ്പേഴ്സിന്റെയും ഓൾജിബ്രായിക് ഫോം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 4 9 16 എക്സെട്ര. ഈ നമ്പറുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. ഇതൊരു സീക്വൻസ് ആണ്, ഒരു റൂൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സീക്വൻസ് ആണ്. എന്താണ് ഈ സീക്വൻസിന്റെ പ്രത്യേകത? ഇതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സിന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫോർത്ത് ടേം ആണ് എന്ത് 16, 4 സ്ക്വയർ. തേർഡ് ടേം ആണ് 3 സ്ക്വയർ 9. സെക്കൻഡ് ടേം ആണ് 4. അപ്പൊ എന്താണ് സെക്കൻഡ് 2 സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും n സ്ക്വയർ അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓൾജിബ്രായിക് ഫോം എന്താണ് n സ്ക്വയർ, where n starts from 1. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓൾജിബ്രായിക് ഫോം എഴുതുന്നത്. ഒരു ഏകദേശം ഐഡിയ കാണുന്നു വിചാരിക്കുന്നു. നമുക്ക് വേറൊരു എക്സസൈസ്, വേറൊരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ ചെയ്തു നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 15-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ചോദ്യം സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അത് എഴുതിയിട്ട് അതിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഏതാണ്? 1 3 5 7 എക്സെട്ര. നമുക്കിവിടെ എന്നിട്ട് കൊടുക്കും ലാസ്റ്റ് ടേം. ഇതിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഇതിന്റെ കോമൺ ഡിഫറൻസ്. ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 3 - 1 2, 5 - 3 2, അതായത് എല്ലാത്തിലും 2 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് 2 അതിന്റെ ബേസ് ആയിട്ട് എടുക്കാം. 2 അതിന്റെ ബേസ് ആയിട്ട് എടുത്തിട്ട് ആദ്യത്തെ പൊസിഷൻ എത്രയാണ് 1. അപ്പൊ ഇൻറ്റു 1 ചെയ്യാം. ഇനി അപ്പൊ എത്രയാണ് 2. ഇതിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 2 × 1 - 1 = 1. സെക്കൻഡ് ടേം കിട്ടാനായിട്ടോ 2 × 2 4 കിട്ടി. -1 ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും 3. ഈ തേർഡ് ടേമോ 2 × 3 6 -1 5. എന്താണ് 2ന്റെ കൂടെ ഓരോ പൊസിഷൻ നമ്പറുകൾ, അതായത് n ആണ് പൊസിഷൻ നമ്പർ എന്നുണ്ടെങ്കിൽ n മൾട്ടിപ്ലൈ ചെയ്യുക -1. അതാണ് എന്ത് നമ്മുടെ nth ടേം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓൾജിബ്രായിക് ഫോം എങ്ങനെയായിരിക്കും കിട്ടുക? 2n - 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൾജിബ്രായിക് ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 when divided by 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന നമ്പേഴ്സുകളുടെ ശ്രേണി, അത് അല്ലെങ്കിൽ സീക്വൻസ് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സീക്വൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ടേം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 × 0. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി പോകുന്നൊരു ടേം കിട്ടും 0 + 1 = 1. 3 × 1 3, അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, +1 4 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ സീക്വൻസ് ഫോം ചെയ്യുന്നത്. അപ്പൊ 1 4, അതിന്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും 3 തന്നെയായിരിക്കും. അപ്പൊ 1 + 3 4, 4 + 3 7, 7 + 3 10 എക്സെട്ര up to n. ഇനി ഇതിന്റെ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അപ്പൊ ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3 ആണ് അതിന്റെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമ്മൾ 3 എഴുതി. ഇനി ഓരോ പൊസിഷനുകൾ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 1 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് × 1. ഇതിൽ നിന്ന് 2 കുറച്ചാലാണ് നമുക്ക് 1 കിട്ടുന്നത്, ഫസ്റ്റ് ടൈം കിട്ടുന്നത്. അപ്പൊ -2 = 1. നെക്സ്റ്റ് വരുന്നത് 3 × 2 6. 6 - 2 4. അതായത് ഇവിടെ നമ്മൾ എഴുതുന്നത് പൊസിഷൻ നമ്പറുകളാണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ nth ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 × n - 2. ഇതായിരിക്കും എന്ത് നമ്മുടെ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്, 3n - 2 എന്നുള്ളതായിരിക്കും ഇതിന്റെ ആൾജിബ്രായിക് ഫോം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന ഒരു സീക്വൻസ് ഫോം ചെയ്ത് അതിന്റെ ആൾജിബ്രായിക് ഇക്വേഷൻസ് ഫോം ചെയ്യാനുള്ളതാണ്. അപ്പൊ എൻഡിങ് ഇൻ 1ൽ വരുന്നത് 1ൽ അവസാനിക്കുന്ന സീക്വൻസുകൾ നമുക്ക് ആദ്യം എഴുതാം. നമ്പേഴ്സ് 1, 11, 21, 31 എക്സെട്ര. ഇതാണ് 1ൽ അവസാനിക്കുന്ന സീക്വൻസ് വരുന്നത്. നമുക്ക് ഇതിന്റെ ആൾജിബ്രായിക് ഫോം എഴുതാം. നമുക്കിവിടെ ആദ്യം ഇതിന്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 10 ആണ് ഓരോ ടേമിന്റെ ഇടയിൽ വരുന്ന കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ 10 എഴുതി. 10 into 1 ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. അറിയാനായിട്ട് 10 into 1 10 മൈനസ് എത്ര ചെയ്താലാണ് നമുക്ക് 1 കിട്ടുക? -9 ചെയ്താലാണ് നമുക്ക് 1 കിട്ടുന്നത് അല്ലേ? ഇനി ഇതേ പാറ്റേണിൽ വേണം നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സിന്റെയും കൂടി സീക്വൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് 9 ഏതിൽ നിന്ന് കുറച്ചാലാണ് നമുക്ക് 11 കിട്ടാന്നുള്ളത് ചെക്ക് ചെയ്യണം. ഏതിൽ നിന്ന് 9 കുറച്ചാലായിരിക്കും 11 കിട്ടുക? 20ൽ നിന്ന് 20ൽ നിന്ന് 9 കുറച്ചാലാണ് നമുക്ക് 11 കിട്ടുന്നത്. അപ്പൊ അതെന്തായിരിക്കും? അപ്പൊ നമുക്ക് ഇവിടെ ഫോർമാറ്റ് കിട്ടും. 10 into 2 20 minus 9 equal to 11. ഇനി നെക്സ്റ്റ് ടേം നമുക്ക് വരുന്നത് 21 ആണ്. അതായത് ഇതുപോലെ 9 കുറയ്ക്കുമ്പോൾ നമുക്ക് 21 കിട്ടണം. അങ്ങനെ കുറച്ചാൽ 21 കിട്ടണമെങ്കിൽ 30ൽ നിന്ന് വേണം കുറയ്ക്കാൻ. അപ്പൊ എന്ത് എഴുതണം? 10 into 3 minus 9. അപ്പൊ എത്രയായി? 21. ഇവിടെ എന്താണ് ഫോർമാറ്റ്? 10 into ഏതാണോ പൊസിഷൻ അത് -9 ചെയ്താൽ ആ ടേം കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾജിബ്രായിക് ഫോം എന്തായിരിക്കും? 10 into n minus 9. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആൾജിബ്രായിക് ഫോം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെയും ഔട്ടർ ആംഗിൾസിന്റെയും പിന്നെ 1 ഓഫ് ഇന്നർ ആംഗിൾ 1 ഓഫ് ഔട്ടർ ആംഗിൾ ഇതിന്റെയൊക്കെയും ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും നമ്മൾ ഈ ആൾജിബ്രായിക് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യത്തേതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അതിൽ പോയി നോക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180, 360, 540 അങ്ങനെയായിരിക്കും അതിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം പോകുന്നത്, ആന്തരിക കോണളവുകളുടെ തുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷനിലുള്ളത് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ 3 സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലുള്ളതിനാവുമ്പോൾ 180 into 1 ചെയ്താൽ നമുക്ക് 180 തന്നെ കിട്ടും. സെക്കൻഡിലാണെന്നുണ്ടെങ്കിലോ 180 into 2 ആണെന്നുണ്ടെങ്കിൽ 360 കിട്ടും. ജസ്റ്റ് എന്താണ് ഓരോ പൊസിഷൻ നമ്പറുകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? 180 into n എന്ന് എഴുതിയാൽ മതി. 180 into n എന്നുള്ളതാണ് ഇവിടുത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 1 ഓഫ് ഇന്നർ ആംഗിളിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ നോക്കാം. ഇതിൽ നമ്മുടെ സീക്വൻസ് എങ്ങനെയായിരിക്കും വരാം? 180 divided by 3 ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആദ്യത്തെ 1 ഓഫ് ദി ഇന്നർ ആംഗിൾസ് കിട്ടുന്നത്, അതായത് 60 ഡിഗ്രി. അപ്പൊ അതിങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ഫോമിൽ എഴുതാം നമുക്ക് എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് 180 divided by 4, 360 divided by 4, 540 divided by 5 അങ്ങനെ പോകും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ പൊസിഷൻ നമ്പറിൽ നിന്ന് 2 ആഡ് ചെയ്ത് പോയേക്കാണ്. ഫസ്റ്റ് ടേമിനാണെന്നുണ്ടെങ്കിൽ 1 + 2 ചെയ്തേക്കണം. ഇത് പൊസിഷൻ നമ്പറാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. ഇവിടെയാണെങ്കിലോ സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയോ 3യുടെ കൂടെ 2 ആഡ് ചെയ്തേക്കാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ ഫോർമാറ്റ് വരുന്നത്? ഏതാണോ പൊസിഷൻ നമ്പർ അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത കിട്ടുന്ന നമ്പർ കൊണ്ട് ഈ നമ്മളെ ആംഗിൾസിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് 1 ഓഫ് ഇന്നർ ആംഗിൾസ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 180 divided by n + 2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? nth ടേം കിട്ടും.
അതായത് ഏതാണോ പൊസിഷൻ നമ്പർ അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത് പോവുക. അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ കൊണ്ട് ടോട്ടൽ ഇന്നർ ആംഗിൾസിന് അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ഓഫ് ഇന്നർ ആംഗിൾസ് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ nth ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 ഡിവൈഡഡ് ബൈ nth പൊസിഷന്റെ കൂടെ 2 ആഡ് ചെയ്യുക, എന്നിട്ട് 180നെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് algebraic expression of the one of inner angles നമുക്ക് കിട്ടും. ഇനി നമുക്ക് one of outer angles എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. എല്ലാത്തിന്റെയും outer anglesന്റെ സം നമുക്കറിയാം 360 ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് നമുക്കറിയാം എന്താണ്? 360 ആണ് എല്ലാത്തിനും വരുന്നത്. അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 360 ഡിവൈഡഡ് ബൈ 3, 360 ഡിവൈഡഡ് ബൈ 4, 360 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ പോകും. ഇതെന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കെന്നെയാണ് അല്ലേ? 360നെ n+2 എന്നുള്ളൊരു ടേം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് പൊസിഷൻ നമ്പർ ഫസ്റ്റ് പൊസിഷന്റെ കൂടെ അതായത് 1ന്റെ കൂടെ 2 ആഡ് ചെയ്തു, സെക്കൻഡ് പൊസിഷനിലുള്ളതിൽ 2ന്റെ കൂടെ 2 ആഡ് ചെയ്തു. അതുപോലെ 360 ഡിവൈഡഡ് ബൈ n+2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ഓഫ് ദ ഔട്ടർ ആംഗിൾ കിട്ടും. ഒരു ബാഹ്യകോണിന്റെ അളവ് കിട്ടാനായിട്ട് ഈ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിച്ചാൽ കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പേജ് നമ്പർ 15 തേർഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് the first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the rectangles of the first picture. The third picture shows the same thing done on the second. അതായത് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ മിഡ് പോയിന്റ്സുകൾ ഓരോന്നിന്റെയും സെന്ററിലുള്ള ഓരോ പോയിന്റുകൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്. അപ്പൊ നമുക്ക് 3 റെക്ടാങ്കിൾസ് കിട്ടും. സെയിം മെത്തേഡ് തന്നെ ഇതിലെ ഓരോ ട്രയാങ്കിളിനും അതായത് റെഡ് ഷെയ്ഡിലുള്ള ഓരോ റെക്ടാങ്കിൾസിനും സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്തു പോകും. അതാണ് നമുക്ക് തന്നിരിക്കുന്ന പിക്ചേഴ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് ഇതാണെന്ന് അസ്യൂം ചെയ്യാം. അതിൽ നിന്നും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പിക്ചറാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3. ഇവിടെയാണെങ്കിലോ ഇവിടെ ഈ ഓരോ റെഡ് ട്രയാങ്കിൾസിനെയും പിന്നെയും കട്ട് ചെയ്തേക്കാണ്. അതായത് ഒരു റെഡ് ട്രയാങ്കിളിൽ നിന്ന് പിന്നെ 3 ട്രയാങ്കിൾ വീണ്ടും കിട്ടുന്നു. ഒരു റെഡ് ട്രയാങ്കിളിൽ നിന്ന് 1, 2, 3 ഇങ്ങനെ 3 റെഡ് ട്രയാങ്കിൾ പിന്നെയും കിട്ടുന്നു. അപ്പോൾ ഇവിടെ 3 എണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഉണ്ട്? 3 + 3 6, 6 + 3 9 റെഡ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഓരോ റെഡ് ട്രയാങ്കിൾ അതായത് 9 റെഡ് ട്രയാങ്കിളിൽ നിന്ന് പിന്നെയും 3 റെഡ് ട്രയാങ്കിൾ വെച്ച് പിന്നെയും കിട്ടും. അപ്പൊ എത്ര ഇവിടെ വരാം? 9 × 3 എത്രയാണ്? 27. ഇവിടെ അപ്പൊ എത്ര കിട്ടുന്നത്? 27 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ നമുക്ക് റെഡ് ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Taking the area of the original uncut triangle as 1, compute the area of a small triangle in each picture. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു ട്രയാങ്കിൾസിന്റെയും ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ ആദ്യത്തെ ഈ ട്രയാങ്കിൾ ആണല്ലോ നമ്മുടെ ഫസ്റ്റ് പിക്ചർ വരുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ ഈ ടോട്ടൽ ഏരിയ 1 ഉള്ള ഈ ട്രയാങ്കിളിനെ ഈക്വലി 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? 1/4. ഇനി ഈ 1/4 അതായത് ഇങ്ങനെ ഒരു സ്മോൾ ട്രയാങ്കിൾ ആണ് നമുക്ക് 1/4 കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്മോൾ ട്രയാങ്കിളിനെ നമ്മൾ പിന്നെയും 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്.
അപ്പോൾ എല്ലാ ട്രയാങ്കിൾസിനെയും നമ്മൾ പിന്നെയും 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും അവിടെ? ഒരെണ്ണത്തിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട്. ആ 4 ട്രയാങ്കിൾസിന് ഓരോന്നിനെയും 4 ട്രയാങ്കിൾസ് ആയിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പൊ എത്ര വരും? ടോട്ടൽ 16 ട്രയാങ്കിൾസ് വരും. 16 ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയായിരിക്കും? ഈക്വലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/60. ഇനി നെക്സ്റ്റ് പിക്ചറിലോ ഈ 16 ട്രയാങ്കിൾസിന് പിന്നെയും എന്തായിട്ട് 4 ട്രയാങ്കിൾസ് ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ 1/16 into 4 വരും. എത്രയാണ്? 1/16 into 4 വരും. എത്ര വരും? 1/64. അതായത് 16 ട്രയാങ്കിൾസിന് പിന്നെയും 4 ട്രയാങ്കിൾസ് വെച്ചാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ 16 into 4 64 ട്രയാങ്കിൾസ് ഇതിലുണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/64. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലെയും റെഡ് ട്രയാങ്കിൾസിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് പറഞ്ഞു 1/4 ആണ് ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 1/4 into 3 3/4. അതായത് ആദ്യത്തേതിലെ റെഡ് ട്രയാങ്കിൾസിനെ മാത്രം ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/4 ആണ് ഓരോ ട്രയാങ്കിൾസിന്റെയും ഏരിയ ഇൻറ്റു ഇവിടെ 3 ട്രയാങ്കിൾസ് റെഡ് കളറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/4 into 3. ഇവിടെ വരുമ്പോഴോ നെക്സ്റ്റ് പിക്ചറിൽ വരുമ്പോഴോ റെഡ് ട്രയാങ്കിൾസിന്റെ എണ്ണം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായി 9 അല്ലേ? ഓരോ ട്രയാങ്കിൾസിന്റെയും ഏരിയ എത്രയാണ്? 1/16. അപ്പോൾ 1/16 into 9. ഇനി നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഇവിടെ നമ്മൾ പറഞ്ഞു 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഓരോ ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്ന് പറയുന്നത് 1/64 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇതിലെ റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ എത്രയായിരിക്കും? 27 into 1/64. അതിനെ നമുക്ക് ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് എഴുതാം. 3/4. ഇവിടെയാണെങ്കിൽ 9/16. ഇവിടെയാണെങ്കിൽ 27 divided by 64. ഇതാണ് ഇതിലെ റെഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഫോർ ദീസ് 3 സീക്വൻസസ് ഒബ്റ്റെയിൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. എങ്ങനെയാണ് നമുക്ക് സീക്വൻസുകൾ കിട്ടിയിരിക്കുന്നത്? ഇനി ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ ഫോം ചെയ്യുന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 3യുടെ പവറുകളാണ് അല്ലേ? ഇതെന്ന് പറയുന്നത് 3⁻1, 3 സ്ക്വയർ, 3⁻3. ഇങ്ങനെയാണ് ആദ്യത്തെ സീക്വൻസുകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 3⁻n എന്നുള്ളത് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 ആയിരിക്കും. അപ്പോൾ 3⁻n ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സീക്വൻസുകളുടെ ആൾജിബ്രായിക് ഫോം നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് മെത്തേഡിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? 4ന്റെ പവേഴ്സ് ആണ്. അതായത് 4⁻1 4, 4 സ്ക്വയർ 16, 4⁻3 4 ക്യൂബ് എത്ര വരുന്നത്? 4 into 4 16 into 4 64. ഇവിടെയും എന്താണ്? 4ന്റെ പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4⁻n എഴുതാം. ഇനി നെക്സ്റ്റ് സീക്വൻസ് എന്താണ്? 3/4, 9/16, 27/64. എന്താണ്? 3യുടെ പവേഴ്സും വരുന്നുണ്ട്, 4ന്റെ പവേഴ്സും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ 3⁻1 4:1. 3 സ്ക്വയർ ആണ് 9, 4 സ്ക്വയർ 16, 3⁻3 27, 4:4 4:3 64. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം നമുക്ക്? മേലെ 3 താഴെ 4 3/4 whole raised to n എഴുതാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ സീക്വൻസുകളുടെ ആൾജിബ്രായിക് ഫോം നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസസിന്റെ ചാപ്റ്ററിൽ സെക്കൻഡ് എക്സസൈസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ട്രയാങ്കിൾസിന്റെ പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുക.
എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക.